അയൽവാസികളും സുഹൃത്തുക്കളുമായ കവിതയും ലതയും അവാർഡിൻ്റെ നിറവിൽ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗൻവാടി അധ്യാപികയ്ക്കുള്ള അവാർഡ് പട്ടണക്കാട് പഞ്ചായത്ത് 3-ാം വാർഡിലെ അംഗൻവാടി അധ്യാപിക കവിത ബാബുവിനും ഏറ്റവും മികച്ച ഹെൽപ്പർക്കുള്ള അവാർഡ് ഇതേ അംഗൻവാടിയിലെ തന്നെ ലത സാബുവിനും ലഭിച്ചു. ഒരേ അംഗൻവാടിയിൽ 2 അവാർഡ്, അതും അപൂർവം. സന്തോഷത്തിന് ഇരട്ടി മധുരം. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള അവാർഡ് പട്ടണക്കാട് പഞ്ചായത്ത് 3-ാം വാർഡിലെ 144-ാം നമ്പർ അംഗൻവാടി ടീച്ചർ കവിത ബാബുവിനും ഹെൽപ്പർക്കുള്ള അവാർഡ് ഇതേ അംഗൻവാടിയിലെ ഹെൽപ്പർ ലത സാബുവിനുമാണ് ലഭിച്ചത്. ഒരേ അംഗൻവാടിയിൽ 2 അവാർഡ് ലഭിച്ചത് ഇരട്ടി മധുരമായി. കവിതയ്ക്ക് ഇതിനു മുമ്പ് ശുചിത്വ മിഷൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഏറെ സന്തോഷമുണ്ടെന്ന് കവിതയും ലതയും പറഞ്ഞു. അംഗൻവാടിയിലെ പ്രവർത്തനം തുടങ്ങിയിട്ട് 17 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഈ അംഗൻവാടിയിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് വളരെ ഒരു സന്തോഷം. എന്നുവെച്ചാൽ അവാർഡിന് വേണ്ടിയല്ല ഞങ്ങൾ ജോലി ചെയ്തത്. ഞങ്ങളെ ഏർപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളെ നല്ല ഭംഗിയായിട്ടും അവരെ നന്നായിട്ട് കെയർ ചെയ്തും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയും അംഗൻവാടി പ്രവർത്തനം നല്ല വിപുലമായ രീതിയിൽ ജോലി ചെയ്തു പോരുന്നു. ഒരു അംഗൻവാടിക്ക് ബെസ്റ്റ് അംഗൻവാടി ടീച്ചറിനും ബെസ്റ്റ് അംഗൻവാടി ഹെൽപ്പറിനും ഇന്ന് വരെ ഇതുപോലെ ഒരു സ്റ്റേറ്റ് അവാർഡ് ഒന്നിച്ച് കിട്ടിയിട്ടില്ല. ഇത് അപൂർവ നിമിഷങ്ങളാണെന്ന് വേണം എനിക്ക് പറയാൻ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ധന്യ നിമിഷമാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജിൻ്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് ഏറ്റുവാങ്ങിയപ്പോൾ എൻ്റെ മനസ്സും കണ്ണും എല്ലാം നിറഞ്ഞു പോയി. എന്നുവെച്ചാൽ അത്രയും ധന്യമായ ഒരു മുഹൂർത്തം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. അത്രയും ഒരു നല്ലൊരു പുരസ്കാരമാണ് എനിക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് 2 പേർക്കും ഒന്നിച്ച് കിട്ടിയപ്പോൾ ഇരട്ടി മധുരം തന്നെയാണ്. എനിക്ക് കൂടുതലും കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. ഭക്ഷണം ഇണക്കലും അവർക്ക് കൊടുക്കേണ്ട രാവിലെ തൊട്ടുള്ള ഫുഡും കാര്യങ്ങളും വൈകുന്നവരെയും ഉള്ള ഭക്ഷണങ്ങൾ ഇണക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. എന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കഴിക്കൽ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ചെയ്യുന്നത് ഹെൽപ്പറായ ഞാനാണ്. എനിക്കൊരു സന്തോഷമേ ഉള്ളൂ. എന്നാലും ടീച്ചറെന്നോ ഹെൽപ്പറെന്നോ ഇല്ല, ഞങ്ങൾ 2 പേരും ഒപ്പം നിന്നിട്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിനൊപ്പം ഞങ്ങൾക്കൊപ്പം തന്നെ ഞങ്ങളുടെ അമ്മമാരും ഞങ്ങളുടെ വാർഡ് മെമ്പറും ഞങ്ങളുടെ ബ്ലോക്ക് മെമ്പറും എല്ലാം ഞങ്ങൾക്ക് സഹകരണമാണ്. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഇവിടെയുള്ള നാട്ടുകാരായിട്ടാണേലും എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് സഹകരണമാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുപിടിച്ചാണ് ഞങ്ങൾ ഈ അംഗനവാടി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അല്ല ഞങ്ങളുടെ മാത്രം ഇതല്ല, ഞങ്ങളുടെ അമ്മമാരുടേതും കുഞ്ഞുങ്ങളുടേതും പിന്നെ മെമ്പർമാരുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ അംഗനവാടി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാനും കാരണം അവർ തന്നെയാണ് അതിന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത്. അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അവാർഡ് ലബ്ധിയെന്ന് വാർഡ് മെമ്പർ പ്രജീനയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BK സാബുവും പറഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിന് തന്നെ വളരെയധികം അഭിമാനം ആണ് ഈ അംഗൻവാടിയിൽ തന്നെ 2 പേർക്കും കിട്ടിയത്. ഈ 2 പേർക്കും ഒരേപോലെ തന്നെ അവാർഡ് കിട്ടിയാൽ ഒത്തിരി സന്തോഷം. പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും 3-ാം വാർഡിൻ്റെ പേരിലും ഞാൻ ആശംസകൾ നേർന്നുകൊള്ളുന്നു. അമ്മ എങ്ങനെയാണ് മക്കളെ നോക്കേണ്ടത് അതേപോലെ തന്നെ കൃത്യമായിട്ട് മക്കളെ പരിപാലിക്കുന്നുണ്ട്. അവർ സമയത്തേക്കാൾ മുന്നേ വരുന്നുണ്ട്, വളരെ വൈകിയാണ് പോകാറും ചെയ്യാറ്. കാരണം വെച്ചാൽ നമുക്കൊരുപാട് സന്തോഷം തരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ തന്നെ ഉള്ള ഏറ്റവും കൂടുതൽ സ്ട്രെങ്തുള്ള ഒരു അംഗൻവാടിയാണ് നമ്മുടെ ഈ അംഗൻവാടി. എന്തായാലും ഒരുപാട് സന്തോഷം. സംസ്ഥാന ഗവൺമെൻറ് അതും വളരെ അത്ഭുതം എന്ന് പറയട്ടെ, ഒരു അംഗൻവാടിയിൽ തന്നെ വർക്കറേയും ഹെൽപ്പറേയും തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ് ഒരുപാട് സന്തോഷം. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും സംഘടനകളും ഇരുവരെയും അനുമോദിച്ചു. കവിതയും ലതയും ഒരേ അംഗൻവാടിയിലെ വർക്കറും ഹെൽപ്പറും മാത്രമല്ല, അയൽവാസികളുമാണ്. അവിടെയും തീരുന്നില്ല, ഇരുവരും സുഹൃത്തുക്കളായ 2 പേരുടെ ഭാര്യമാർ. പഞ്ചായത്ത് 3-ാം വാർഡ് നന്ദനം വീട്ടിൽ ബാബുവിൻ്റെ ഭാര്യയാണ് കവിത. ബാബുവിൻ്റെ സുഹൃത്ത് സാബുവിൻ്റെ ഭാര്യയാണ് ലത. അങ്ങനെ അപൂർവമായ അവാർഡ് ലബ്ധിയുടെ നിറഞ്ഞ സന്തോഷത്തിലാണ് അംഗൻവാടിയും ഇവരുടെ കുടുംബവും പിന്നെ ഈ നാടും. കവിത ബാബുവിനും ലത സാബുവിനും ആശംസകൾ. വിൻ മീഡിയ, ചേർത്തല.